ഒരിക്കൽ ഒരു രാജ്യത്തെ രാജഗുരുവിന് ഒരു ദർശനമുണ്ടായി. തന്റെ രാജ്യത്ത് സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന ഏറ്റവും സമ്പന്നരായ ദമ്പതികൾക്ക് ഒരു കുഞ്ഞു പിറക്കാൻ പോകുന്നു എന്നതായിരുന്നു ആ ദർശനം. മക്കളില്ലാതിരുന്ന ആ രാജ്യത്തെ രാജാവ് രാജഗുരു വിവരിച്ചു കൊടുത്ത ദർശനത്തെക്കുറിച്ച് കേട്ടപ്പോൾ അത്യന്തം സന്തോഷിച്ചു. തങ്ങളുടെ ദീർഘകാലത്തെ കാത്തിരിപ്പിന് വിരാമമെന്നോണം തനിക്കും ഒരു കുഞ്ഞു പിറക്കാൻ പോകുന്നു എന്ന വാർത്ത രാജദമ്പതികളെ പ്രത്യാശ വളർത്തി. ദർശനത്തിന് ശേഷം ഏറെ നാൾ കഴിഞ്ഞിട്ടും രാജദമ്പതികൾക്ക് കുഞ്ഞു പിറക്കാത്തതിനാൽ അവർ രാജഗുരുവിനെ സന്ദർശിച്ചു. ക്രോധത്തോടെ രാജാവ് രാജഗുരുവിനോട് തന്റെ കുഞ്ഞിനെക്കുറിച്ച് ആരാഞ്ഞു. എന്നാൽ ഒരു ചെറുപുഞ്ചിരിയോടെ രാജഗുരു അവരോട് ഇപ്രകാരം മറുപടി പറഞ്ഞു: തീർച്ചയായും എന്റെ ദർശനം സത്യമായി ഭവിച്ചു. ഈ രാജ്യത്ത് ഏറ്റവും സമ്പന്നരായ ദമ്പതികൾക്ക് ഒരു കുഞ്ഞു പിറന്നിട്ട് ഇന്നേക്ക് 3 നാൾ കഴിഞ്ഞിരിക്കുന്നു. ഇത് കേട്ട രാജാവ് വീണ്ടും രോഷാകുലനായി. ഈ രാജ്യത്ത് പദവി കൊണ്ടും പണം കൊണ്ടും തന്നിലും മേലെ ആരുമില്ല എന്ന് ആക്രോശിച്ചു. ശാന്തത കൈവിടാതെ രാജഗുരു അവരോട് മറുപടി നൽകി: കുഞ്ഞു പിറന്നത് അങ്ങയുടെ പാദസേവ ചെയ്യുന്ന ദാസന്റെ ഭവനത്തിലാണ്. അങ്ങ് പദവി കൊണ്ടും പണം കൊണ്ടും എല്ലാം സമ്പന്നനാണ്. എന്നാൽ മറ്റ് അനേകം മൂല്യങ്ങൾ കൊണ്ട് അങ്ങേക്കാൾ ഏറെ സമ്പന്നനാണ് അങ്ങയുടെ ദാസൻ. അയാൾ പാമരനെങ്കിലും തന്റെ ഭാര്യയോട് സ്നേഹത്തോടെ വർത്തിക്കുന്നു. ഒരു ഉത്തമ ഗൃഹനാഥനായി ജീവിക്കുന്നു. തന്നോട് ദാക്ഷ്യത്തോടെ പെരുമാറുന്നവർക്ക് മുന്നിലും ശാന്തത കൈവിടാതെ തന്റെ ജോലികൾ അനുഷ്ഠിക്കുന്നു. അതിനാൽ സ്നേഹത്താലും സമാധാനത്താലും സമ്പന്നനായ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ എന്റെ ദർശനം നിവൃത്തിയായി. ഇത് കേട്ട രാജാവ് ലജ്ജാപൂർവ്വം കൊട്ടാരത്തിലേക്ക് മടങ്ങി. അതെ, സ്ഥാനമാനങ്ങളും അളവില്ലാത്ത ധനവും മനുഷ്യനെ സമ്പന്നനാക്കുന്നു എന്ന മിഥ്യാധാരണയിൽ അവൻ ദിവസങ്ങൾ തള്ളി നീക്കുന്നു. എന്നാൽ ദൈവസന്നിധിയിൽ എന്നും മൂല്യം സ്നേഹസമ്പന്നർക്കാണ്. ദേവപുത്രൻ പിറക്കുമെന്ന് വെളിപ്പാടുണ്ടായപ്പോൾ ഏവരും പ്രതീക്ഷിച്ചത് അവൻ ഒരു രാജഭവനത്തിൽ പിറക്കുമെന്നാണ്. എന്നാൽ ദൈവപുത്രൻ സ്വയം താഴ്മയുടെ പ്രതീകമായി കേവലം ഒരു കാലിത്തൊഴുത്തിൽ ഭുജാതനായി. ധനത്തിന് മുകളിലായി മൂല്യങ്ങൾക്ക് സ്ഥാനം കൽപ്പിക്കുമ്പോൾ ജീവിതം മനോഹരമാകുന്നു. ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ.